ഹലോ, ഞങ്ങൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയത്. പിള്ളേർക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് നമ്മൾ പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കി. കൊള്ളാമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയും നെയ്യും ഇട്ട് ഉള്ളി, കറുവപ്പട്ട, പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റിയിട്ട് നമ്മൾ അരി അതിനകത്തേക്ക് കുതിർത്ത് ഇട്ട് അത് വറുത്ത് ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് അതിനാവശ്യമായ തിളച്ച വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പാകത്തിന് ഉപ്പ് ഇടണം. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് അത് വേകുന്നത് വരെ നമ്മൾ അടച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇപ്പുറത്തൊരു പാൻ വയ്ക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക, കുറച്ച് നെയ്യ് ഇടുക. അതിനുശേഷം പച്ചമുളക്, ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഇടുക. അതിനുശേഷം പൊടി ഐറ്റംസ് ഒക്കെ ഇടുക. കറി മസാല, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കുറേച്ചേ മതി. ഒരു സ്പൂണ് 1/2 സ്പൂണൊക്കെ വീതം ഇട്ടുക. അവരവരുടെ പാകത്തിന് ഇട്ട് വയ്ക്കുക. ചിക്കൻ ബിരിയാണിയാണ്, അതുകൊണ്ട് ചിക്കൻ മസാല കുറച്ചിടുക. തക്കാളിപ്പഴം ഇല്ലായിരുന്നു, അതുകൊണ്ട് ആ തക്കാളി സോസ് ഞാൻ ഇടുകയാണ് അതിന് പകരം. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി മൂത്ത് വരുന്ന സമയം ചിക്കൻ അതിലേക്ക് ഇടുക. ചിക്കൻ ഇട്ടതിന് ശേഷം ഇളക്കുക. ഇളക്കി 1 കപ്പ് തൈര് അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത ഉള്ളി മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തിടുക. ഇട്ട് ഇളക്കുക. അതിനുശേഷം ശകലം വെള്ളം അതിനകത്ത് ഒഴിക്കുക. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഒഴിച്ച് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം അരി വെന്ത് ഇരിക്കുകയാണ്, അതിൻ്റെ പുറത്തേക്ക് ഇടുക. ഇട്ട് ദമ്മിലിടാം. നമുക്ക് ദമ്മിലിട്ടതിന് ശേഷം നമ്മൾ ഒരു ചെറിയ തീയിൽ നമുക്ക് ദമ്മിലിടാം. അതിൻ്റെ പുറത്ത് ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല, കുറച്ച് നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് ബിരിയാണി വിളമ്പാം. നമുക്കിനി ബിരിയാണി കഴിക്കാം. എല്ലാവരും പ്ലേറ്റ് എടുത്തുകൊണ്ട് വരി. എല്ലാവർക്കും ഹാപ്പി റൈഹാൻ. എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നു. സൂപ്പർ.